ഹേ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം? അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഒരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു, എന്താ പറയുക, നമ്മുടെ 100K സെലിബ്രേഷൻ്റെ. സോ ഇത് അതിൻ്റെ ഒരു പാർട്ട് 2 വീഡിയോ ആണ്. സോ ഫൈനലി ഞാൻ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇപ്പോഴാണ് വീട്ടിലെത്തിയത്. ലൈക്ക് ജസ്റ്റ് നൗ ഞാൻ ഇപ്പോൾ എത്തിയിട്ടുള്ളൂ. സോ നമ്മുടെ 100Kൻ്റെ ചെറിയൊരു സെലിബ്രേഷൻ്റെ വീഡിയോ, സെലിബ്രേഷനൊന്നുമല്ല, ചെറിയ സന്തോഷം പങ്കിടുന്ന വീഡിയോ ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോ ആയിരിക്കും, അത് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവണം മേ ബി. സോ ഇത് ഞാൻ എൻ്റെ ഒരു സെക്കൻഡ് പാർട്ടായിട്ട് ഇടാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ബേസിക്കലി അതിൻ്റെ വീഡിയോയിൽ 100K ആകുന്ന ഒരു മൊമെൻറ്റിൽ ഞാൻ ട്രെയിനിലായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ട്രെയിനിലിരിക്കുമ്പോൾ എൻ്റെ മൈക്ക് ഓൺ ആയില്ല, ഞാനത് ശ്രദ്ധിച്ചില്ല. അപ്പോൾ ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ. ഞാനത് റിഫ്രഷ് ചെയ്യുന്നതിന് 100K ആകുന്നതിന് റിഫ്രഷ് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് എടുത്തത്. എനിക്ക് ലൈവ് കൗണ്ടൊക്കെ കാണണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ട്രെയിനിലായി പോയതുകൊണ്ട് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇനി ആ ഒരു മൊമെൻറ്റ് തിരിച്ചു കിട്ടില്ലല്ലോ. പക്ഷേ കുഴപ്പമില്ല, അറ്റ്ലീസ്റ്റ് റിഫ്രഷ് ചെയ്യുന്നതിന് മുന്നേ ഒരു വീഡിയോ കിട്ടി. പിന്നെന്താ പറയുക വെച്ചാൽ, ഞാൻ അതിൽ കുറേ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. താങ്കിങ് ഓൾ ഓഫ് യു, കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളെയൊക്കെ സ്നേഹത്തിനും ഒത്തിരി സന്തോഷമുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട്, പക്ഷേ മൈക്ക് ഓണല്ലാത്തതിനും ഒന്നും കേട്ടില്ല. അപ്പം ഇനി അതൊക്കെ ഈ വീഡിയോയിൽ പറയാം. അപ്പോൾ ഇന്നലെ നമ്മുടെ പരിപാടി ഉണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഇതിന് മുന്നേ ആണ് ആ വീഡിയോ ഇടുന്നത് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി നിങ്ങളത് കണ്ടിട്ടുണ്ടാവും. സോ ഞാനപ്പോൾ പരിപാടി ഒക്കെ കഴിഞ്ഞ് ഇപ്പോഴാണ് എൻ്റെ വീട്ടിലേക്ക് എത്തിയത്. അപ്പോൾ ഇന്ന് വീട്ടിൽ ഒരു ചെറിയ 100K സെലിബ്രേഷൻ്റെ പരിപാടിയുണ്ട്. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇതുവരെ ഒരു വ്ളോഗ് എടുത്തിട്ടുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് ലൈക്ക് ഗാർഡൻ ടൂറൊക്കെ കാണിക്കുന്ന ചെറിയൊരു വീഡിയോ എടുത്തിട്ടുണ്ട് മുന്നേ. പക്ഷേ വീട്ടിലെല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്തിട്ടും ഒന്നും ഇതുവരെ ഒരു വീഡിയോ ചെയ്തിട്ടില്ല. 100Kയിൽ തന്നെ ഫസ്റ്റ് വീഡിയോ ആവട്ടെ അത്. എൻ്റെ വീട്ടിലെ ആൾക്കാരെയൊക്കെ ഞാൻ പരിചയപ്പെടുത്തി തരാം ചെറുതായിട്ട്. ബിക്കോസ് നിങ്ങളിപ്പോൾ എൻ്റെ ഒരു ഫാമിലിയാണ്. സോ എൻ്റെ ഫാമിലി നിങ്ങളുടെ ഫാമിലിയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരെയും ഒന്ന് സെറ്റായിട്ട് പരിചയപ്പെടുത്തരാം. പിന്നെ അധികം ചിലപ്പോൾ ആരും സംസാരിക്കുന്നുണ്ടാവില്ല, കാരണം ഇങ്ങനൊരു എക്സ്പീരിയൻസ് അവർക്കും ആദ്യമായിട്ടായിരിക്കും. എന്താ പറയുക, മൈക്ക് ഇങ്ങനെ വ്ളോഗിലൊക്കെ വരുന്നതും. ഞാനിപ്പോൾ കുറച്ചായിട്ടല്ലേ ഉള്ളൂ വീഡിയോ എടുത്ത് തുടങ്ങിയിട്ട്. സോ അതൊക്കെ കൊണ്ട് നിങ്ങൾ ക്ഷമിക്കണം. ഞാനപ്പം എത്തിയ പാടും ഇവിടെ ടേബിൾ ചെയറൊക്കെ പുറത്തുനിന്ന് വാങ്ങി വെച്ചിരിക്കുക. സോ അത്രയും ആൾക്കാരെ വിളിച്ച്, ബേസിക്കലി എൻ്റെ ഫാമിലി കുറച്ച് വലുതാണ്. ഇൻ ദ സെൻസ്, ഇപ്പം എൻ്റെ വാപ്പിക്ക് 8 സിബ്ലിങ്സ് ഉണ്ട്. എൻ്റെ ഉമ്മയ്ക്ക് 10 സിബ്ലിങ്സ് ഉണ്ട്. അവർ 11 മക്കളാണ്. അപ്പം യു ക്യാൻ ഇമാജിൻ ഹൗ ബിഗ് ദ ഫാമിലി ഈസ്. പക്ഷേ ഫാമിലി ഒക്കെ എല്ലാവരും പല സ്ഥലത്താണ്. നമ്മൾ ഇന്നലെയാണ് ഇത് വെക്കാൻ പ്ലാൻ ചെയ്തത്. അപ്പം അടുത്തുള്ള കുറച്ച് ആൾക്കാരെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ. ഇപ്പോൾ ഇതൊരു വലിയ പരിപാടിയായിട്ട് നടത്താൻ അതിന് വേണ്ടിയൊന്നും ഇല്ലല്ലോ. സോ അതുകൊണ്ട് നമ്മുടെ അപ്പുറത്ത് ലൈക്ക് എൻ്റെ വാപ്പിൻ്റെ കുറച്ച് സിബ്ലിങ്സ് അവിടെ ഫ്രണ്ടിൽ താമസിക്കുന്നുണ്ട്. അപ്പോൾ അവരെയും എൻ്റെ കുറച്ച് 1-2 ഫ്രണ്ട്സ് ആരും നാട്ടിലില്ല, കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അപ്പം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് ഷിബി. അപ്പോൾ അവളെ 1-2 ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചു. പിന്നെ വീട്ടിലെ ഒരു ചെറിയ ആഘോഷം വിത്ത് വെരി ക്ലോസ് ഫാമിലി, അത്രയേ ഉള്ളൂ. വലിയ പരിപാടിയായിട്ടൊന്നുമില്ല, എങ്കിലും നമ്മുടെ ഒരു സന്തോഷം. സോ ഈ വീഡിയോ വിൽ ബി ഓൾ അബൌട്ട് 100K സെലിബ്രേഷൻ പാർട്ടി. സോ ഞാൻ നിങ്ങൾക്കെല്ലാം നടന്ന് കാണിച്ചു തരാം. ഇതൊരു ഇൻട്രോ പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു ഷോർട്ട് വീഡിയോ എടുത്തത്. സോ ലെറ്റ്സ് ഗെറ്റ് ടു ദ വീഡിയോ. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മുടെ വീട്ടിലെ ചെമ്പിൽ കറി വെന്തുകൊണ്ടിരിക്കുന്നു. നല്ല ടേസ്റ്റാണ്. ആസ്വദിച്ചുകൊണ്ട് അതാണ് ഇഷ്ടം. കുക്കറിൽ വെക്കുന്ന ഇഷ്ടമല്ല. എനിക്ക് അടുപ്പിൽ കറച്ചട്ടിയിലൊക്കെ വെക്കണം. അതുകൊണ്ട് ഉമ്മ ഇങ്ങനെ അടുപ്പിൽ എനിക്ക് 1 ലക്ഷം സബ്സ്ക്രൈബർ ആയതിൽ ഉമ്മ എനിക്ക് പറ 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയതിൽ സന്തോഷമുണ്ട്. അതിൻ്റെ സന്തോഷ സൂചകമായിട്ട് അവൾക്ക് ഇന്നൊരു ട്രീറ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഞാൻ ഈ ചിക്കൻ കറി വെക്കുന്നത്. അത് വെളിയിൽ അടുപ്പിലൊക്കെ തീയരിച്ച് വെക്കുമ്പോൾ അതിൻ്റേതായ ഒരു രസമുണ്ട്, രുചിയുണ്ടാവും. മുത്തമ്മ വന്നാൽ ഉമ്മ ഒന്നും കൂടെ ഉഷാറാവും. ആദ്യമായിട്ടാണ് ഇവിടെ നിന്ന് വ്ളോഗ് എടുക്കുന്നത്. ഇത് 100K സ്പെഷ്യലായിട്ട് വീട്ടിൽ നിന്നുള്ള ആദ്യത്തെ വ്ളോഗ്. അതിൻ്റെ ഭാഗമാവാൻ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എന്തായാലും ഇത്രയൊക്കെ ഇങ്ങനെ പാട്ട് പാടാൻ പോകുന്നതിലും അവിടെ ഇവിടെയൊക്കെ പോകുന്നതിലും ഇവിടെ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ മൂത്തുമ്മയാണ്. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എനിക്ക് കിട്ടാത്തൊരു ഭാഗ്യമാണ് അത്. എനിക്ക് പാടാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ എൻ്റെ മോള്, ഞാൻ എൻ്റെ പാട്ടുകാരിയാണ്. എനിക്കൊരു ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പാട്ട് പാടുന്നത്. പാട്ട് കേൾക്കുന്നത് ഇഷ്ടമാണ്. പക്ഷെ അവളുടെ ഈ പാട്ടുകളെല്ലാം എന്ത് രസമാണ് കേൾക്കാൻ. ഞാനതെല്ലാം ഇങ്ങനെ കേട്ട് എത്ര പ്രാവശ്യം വേണമെങ്കിലും ഞാൻ ഇങ്ങനെ കേട്ട് ആസ്വദിച്ചുകൊണ്ടേയിരിക്കും. എനിക്ക് ഭയങ്കര സന്തോഷം.
മോൻ അത് ഇട്ടോണ്ടല്ലേ അതെ. അപ്പോൾ ഭയങ്കര സപ്പോർട്ടാണ്. അപ്പം ആരൊക്കെ എന്തൊക്കെ ഇപ്പോൾ അവിടെ നമ്മൾ പാട്ട് പാടാനൊക്കെ പോകുമ്പോൾ ഒബിയസ്ലി പ്രശ്നം ഇതൊക്കെ വരുമല്ലോ ചെറിയ ചെറിയ. പക്ഷെ എങ്കിലും അതിലൊക്കെ തരണം ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ബിഗ്ഗസ്റ്റ് വ്യക്തിയാണ് മൂത്തുമ്മ. അപ്പം മൂത്തുമ്മ ഈ വ്ളോഗിൽ വളരെ വേണ്ടപ്പെട്ടൊരു വ്യക്തിയാണ്. സമയത്തെത്തി, സമയത്തിന് മുന്നേ എത്തി. വൈകിട്ടാണ് പരിപാടി, മൂത്തുമ്മ രാവിലെ എത്തും ഇവിടുത്തെ പരിപാടിക്ക്. അപ്പോൾ വൈകിട്ട് എല്ലാവരും വരുമ്പോൾ കാണാം. ഇതെന്റെ പ്രിയപ്പെട്ട ഭയങ്കര ഫാനാണ്. ഇത്തയുടെ മക്കളൊക്കെ എൻ്റെ വലിയ ഫാൻസാണ്. പാത്തുമ്മയെ പൊടിയിലെ തൊട്ടാ ഞങ്ങള് കണ്ടു വളരുന്നേ. ഇപ്പം പിന്നെ പാത്തുമ്മക്ക് 100K സബ്സ്ക്രൈബ് ആയപ്പോഴത്തേന് ഭയങ്കര സന്തോഷം. ഇനി ഇതായിട്ട് പാത്തുമ്മയെ വലിയ വലിയ ആളാക്കണം. ഭയങ്കര സന്തോഷമുണ്ട്. ഞാനിവിടെ ഇന്നലെ ഞാൻ വന്നപ്പോഴേ ഇത്ത പറഞ്ഞ്, പാത്തുമ്മയുടെ ഉമ്മി പറഞ്ഞ് ഇന്നലെ പെട്ടെന്ന് സബ്സ്ക്രൈബ് കൂടിയെന്ന് പറഞ്ഞ്. ഭയങ്കര സന്തോഷം. അപ്പൊ പെട്ടെന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ പാട്ടുകളൊക്കെ എപ്പോഴും അഭിപ്രായം പറയുന്ന നാട്ടിലൊക്കെ എനിക്ക് അങ്ങനെ എല്ലാവരും ഇപ്പം എൻ്റെ വീട്ടിലൊന്നും എല്ലാവരും കാണുമെന്ന് എനിക്കറിയില്ല. പക്ഷെ അഭിപ്രായങ്ങളൊക്കെ പറയുന്ന കുറച്ച് ആൾക്കാരിൽ ഫാത്തിമയുടെ എല്ലാ പാട്ടുകളും പറഞ്ഞു. പിന്നെ വെണ്ണിലവേ ഞങ്ങൾ മൊത്തത്തിൽ സ്പീക്കറിനകത്ത് വീട് മൊത്തത്തിൽ ഇട്ടു വലുതായിട്ട് കേട്ട് എല്ലാവരും കേൾപ്പിച്ചു. ഭയങ്കര സന്തോഷം. നമ്മൾ അത്ര അടുത്തറിയാവുന്ന ഒരാള് നമുക്ക് ഇങ്ങനെ വലുതാകുമ്പോൾ നമുക്ക് സന്തോഷമല്ലേ. എനിക്കും സന്തോഷം. ഞാനിവിടെ വന്ന യഥാർത്ഥത്തിൽ ഭയങ്കര സന്തോഷം. എനിക്കും അതിലേറെ സന്തോഷം. അപ്പോൾ ഒരുപാട് സന്തോഷം പങ്കിടുന്ന ആൾക്കാരുണ്ട് നമ്മുടെ വീട്ടിൽ. അപ്പം ബേസിക്കലി ഞാൻ വീട്ടിൽ നിന്ന് ആദ്യമായിട്ട് എടുക്കുന്നൊരു വ്ളോഗാണ്. പിന്നെ എൻ്റെ വീട് പരിസരമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് എനിക്കറിയില്ല. ഇതാണ് എൻ്റെ വീടിൻ്റെ ബാക്ക് സൈഡ്. ഇന്നിവിടെ കുറച്ച് ആൾക്കാർ മിസ്സിങ് ആണ്. എനിക്കൊരു ബ്രദറുണ്ട്, അവനും വൈഫും രണ്ടുപേരും ഇവിടെ ഇല്ല. അപ്പോൾ അവരുടെ രണ്ടുപേരുടെ ഒരു കുറവ് നന്നായിട്ട് വീഡിയോയിൽ ഉണ്ടാവും. കാരണം ഇവിടെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും എല്ലാം ഹെൽപ്പ് ചെയ്യാനും കാര്യത്തിനൊക്കെ നിൽക്കുന്നത് ജെബിനാണ്. പക്ഷെ അവൻ വർക്ക് ചെയ്യുകയാണ്, ഇടുക്കിയിലാണ്. അപ്പോൾ ആൾക്ക് ലീവ് ഇല്ലാത്തതിനാൽ ഇന്ന് ഞായറാഴ്ചയാണ്, പക്ഷേ ആൾക്ക് എത്താൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് അവൻ ഇവിടെ മിസ്സിങ് ആണ്. അപ്പോൾ എനിക്ക് ആൾക്കാരൊക്കെ, അതായത് നമ്മുടെ ഏജിലുള്ള ആൾക്കാർ കസിൻസൊക്കെ ഇന്നത്തെ ദിവസം കുറവാണ്. അപ്പോൾ അതിൻ്റെ ഒരു വൈബ് ചെറിയ പ്രശ്നമുണ്ട്. പക്ഷേ എങ്കിലും കുഴപ്പമില്ല. നമുക്ക് ഇവർക്കൊക്കെയാണ് ഇത്രയും സന്തോഷം നമ്മളെ പരിപാടിയോ ഈ ഒരു പരിപാടി ഇങ്ങനെ ഓർഗനൈസ് ചെയ്യാനോ. അപ്പോൾ അവരെയാണല്ലോ നമ്മൾ കൂടുതൽ എന്ത് കാണിക്കേണ്ടതും. എപ്പോഴും ചെറിയ പിള്ളേർ മാത്രമായാലും ഇവർക്ക് സന്തോഷമുള്ളവരും കൂടെ കൂടുതൽ വീഡിയോയിൽ വരട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പം ഈ ഇത്തൊക്കെ ഇത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഇത്തയാണ് ഇപ്പോൾ കണ്ടത്. പുള്ളിക്കാരി എപ്പോഴും എൻ്റെ പാട്ട് കേൾക്കും എന്നെ കാണുന്നവരിങ്ങനെ വീഡിയോസ് ത്രൂ ആണല്ലോ കാണുന്നതൊക്കെ. അപ്പോൾ എപ്പോഴും ഇങ്ങനെ പറയും. അതൊക്കെ വലിയ സന്തോഷമാണ്. അപ്പം അവരെയൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണിന്ന്. ബാക്കി സാധനങ്ങൾ ഉള്ളിലാണ്. ഞാനല്ല, ഞാൻ ഇതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ്സും അറിഞ്ഞിട്ടില്ല. കുറച്ച് ആൾക്കാരുണ്ട്, നമ്മൾ അപ്പുറം ഇപ്പുറം എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു തൊട്ടപ്പുറത്ത് വീട്ടിലെ ആൾക്കാരൊക്കെ ആയിരിക്കുന്നു. പക്ഷെ ദൂരെ നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട് ഇപ്പോൾ. ഈ ഉമ്മ അല്ലെങ്കിലും ഇങ്ങനെയാണ്, ചെറിയൊരു ഇതാണെങ്കിലും ഉമ്മയുടെ എക്സ്ട്രീം എഫേർട്ട് ഇട്ടങ്ങ് ചെയ്യും. പക്ഷേ എങ്കിലും ആൾ ഫുള്ളി ഹോസ്റ്റ് ചെയ്തു. ഇപ്പം പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ 1-2 പേര് ഇവിടെ എത്തിയിട്ടുണ്ട്. ഷിബി, മീറ്റ് ഷിബി. ഷിബി നിങ്ങൾ എൻ്റെ മുന്നത്തെ വീഡിയോസ് ഒന്നും കണ്ടിട്ടുണ്ടാവുമല്ലോ. മീറ്റ് മൈ ബെസ്റ്റ് ഫ്രണ്ട്സ് ഷിബി. ഇനി ഒരാളും കൂടി ഉണ്ട്, ആളിവിടെ ഇല്ല, ലണ്ടനിലാണ്. ഇല്ല, ഞാൻ ആക്ച്വലി ഇന്ന് ഇങ്ങോട്ട് വരാൻ നേരത്തെ ആലോചിക്കുകയായിരുന്നു, നീ എന്തോരം +1 +2 സയൻസ് ICSE സയൻസ് ഒക്കെ പഠിച്ച് ട്യൂഷനൊക്കെ പോയി എന്തോരം വഴക്ക് കേട്ടതാ. എന്നിട്ട് ഇപ്പം ആഘോഷിക്കുന്നത് 1 lakh യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ്. ആ പ്രോഗ്രാം 100K ആഘോഷിക്കുമെന്നും ഒക്കെ. പക്ഷെ ഞങ്ങൾക്ക് ഞാൻ വെറുതെ 10-25 ലക്ഷം ചിലവാക്കി ആർക്കിടെക്ചർ പഠിക്കാൻ പോകില്ലല്ലോ. ഞാൻ എന്തോരം കൺവിൻസ് ചെയ്തു നിന്നെ ക്രൈസ്റ്റ് വിടാനായിട്ട്. ഇവൾ കാരണമാണ് ഞാൻ ബാംഗ്ലൂർ പോയതും ആർക്കിടെക്ചർ പഠിച്ചതൊക്കെ. പക്ഷേ ഞാൻ ജേർണലിസം പഠിക്കാൻ പോയപ്പോൾ മാത്രം വന്നില്ല. ഷിബി ആരാണെന്ന് പറഞ്ഞു കൊടുക്ക്. ഷിബി ജേർണലിസ്റ്റാണ്. ഇന്ത്യ ടുഡേയിലാണ്. ഇന്ത്യ ടുഡേയുടെ കേരള റിപ്പോർട്ടാണ്, സ്റ്റേറ്റ് കവറേജ്. ഞാൻ
LLB കഴിഞ്ഞിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഞങ്ങൾ ഒരു 4 പേരായിരുന്നു, വെരി തിക്ക് ഫ്രണ്ട്സ്. അന്ന് ഞങ്ങൾ 4 പേര് തെണ്ടിത്തിരിഞ്ഞ് ഇങ്ങനെ റോഡിൽ കൂടി അവിടെ ഇവിടെയൊക്കെ നടക്കുമ്പോൾ ഞങ്ങൾ 4 പേര് ഇങ്ങനെ എപ്പോഴും ഒരുമിച്ചായിരുന്നു കേട്ടോ, എല്ലാ സ്ഥലത്തും. അപ്പം ടീച്ചേഴ്സ് അന്ന് തൊട്ടേ പറയും, ഇവർ 4 പേര് ഇങ്ങനെ നടന്നാൽ ശരിയാവില്ല, ഇവരെവിടെ എത്തൂല, ആനാണ് ചേനാണെന്നൊക്കെ കുറേ പറഞ്ഞു. എന്നിട്ടിപ്പോൾ ഞങ്ങൾ 4 പേരും 4 ഡൈവേഴ്സ് ഫീൽഡിലാണ്. ഒരാൾ CA ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ് UK. ഇവിടെ ഒരാൾ ലോയറാണ്, ഇവിടെ ഒരാൾ ജേർണലിസ്റ്റ്, പിന്നെ ഞാൻ പാട്ടുകാരി, ഇൻഫ്ലുവൻസർ, ആർക്കിടെക്റ്റ്, അങ്ങനെയൊക്കെ 4 ഡൈവേഴ്സ് ഫീൽഡിൽ ഞങ്ങളെത്തി. പക്ഷെ അൽഹംദുലില്ലാ ഞങ്ങളെല്ലാവരും നല്ല രീതിയിൽ അടുത്തോണ്ടിരിക്കുന്ന ഞങ്ങൾ 4 ആളും നല്ല നിലയിൽ തന്നെ എത്തി. സോ അന്ന് ഞങ്ങളെ പറഞ്ഞ സാർമാരും ടീച്ചർമാരൊക്കെ ഇത് എപ്പോഴെങ്കിലും കാണുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ദാറ്റ് ഞങ്ങൾ ആരും എവിടെയും വഴിതെറ്റി പോയില്ല. വെരി പ്രൗഡ് ഓഫ് യു. കാരണം ഫാത്തിമ യൂട്യൂബൊക്കെ ആദ്യം തുടങ്ങുമ്പം ഞങ്ങൾ ഒരുമിച്ചൊക്കെയുള്ള ഓഫ് കോഴ്സ് ഞങ്ങൾ 10-15 വർഷമായിട്ട് അറിയുന്നുണ്ട്. അപ്പം അന്ന് ആദ്യം പാട്ട് വീഡിയോ ഒക്കെ ഇടുമ്പം ആരും അങ്ങനെ അധികം വ്യൂസ് ഒന്നും കിട്ടില്ലായിരുന്നു. അപ്പോൾ ഇവളുടെ ഒരു ഞങ്ങൾ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് ഞങ്ങൾ എന്നിട്ട് ചോദിക്കും 5-6 പ്രാവശ്യം കണ്ട വ്യൂസ് കൂടുമോ എന്നൊക്കെ ആലോചിച്ച് പിന്നെയും ഇരുന്ന് കാണും. ആദ്യത്തെ വ്ളോഗ് ഇടുമ്പോൾ ഇവർ നമ്മുടെ ഗ്രൂപ്പിലിടും, ഞാൻ പറയും നിങ്ങളൊന്ന് കാണണേ, കമൻറ്റ് ചെയ്യണേ, പ്ലീസ് കമൻറ്റ്. അപ്പോൾ ഒരു 5 കമൻ്റ് ഒക്കെ അന്ന് വരുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിനകത്ത് കുറേ കമൻസ് ഉണ്ട്. പണ്ട് ഞങ്ങൾ തന്നെ പോയിട്ട് വാ സൂപ്പർ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ തന്നെ ചുമ്മാ വരുമായിരുന്നു. പിന്നെ പാത്തു പൂമുത്തോളെ പാടിയപ്പോൾ അത് അപ്ലോഡ് ചെയ്തപ്പോഴും ഞങ്ങൾ ഒത്തിരി വ്യൂസ് വരും എന്നൊക്കെ കരുതിയായിരുന്നു. പക്ഷെ അന്ന് അങ്ങനെ അധികം വ്യൂസ് ഒന്നും വന്നില്ല. അപ്പം 6 കൊല്ലത്തിൻ്റെ മുകളിൽ. അപ്പോൾ അന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഇവള് വ്ളോഗ് പിന്നെ നീ പാട്ടിൽ പിന്നെ ആക്റ്റീവ്, ഹനാൻ്റെ ടീമിലൊക്കെ കുറച്ചും കൂടെ ആക്റ്റീവ് ആകുന്നതിന് മുമ്പ് ഒരു വ്ളോഗ് ഒരു ടൈമിൽ ഇവിടെ ഇരുന്ന സമയത്ത് ചുമ്മാ കുറേ വ്ളോഗ് ചെയ്യായിരുന്നു. അപ്പോൾ അതും കുക്കിംഗ് ഒക്കെ ആയിരുന്നു, തിരമിസും ഒക്കെ ഉണ്ടാക്കുമായിരുന്നു. അതും അധികം ഇതല്ല, അതും അവള് ഡ്രോപ്പ് ചെയ്തു. അപ്പം അങ്ങനെ കുറേ ഡ്രോപ്പ് ചെയ്ത് ലാസ്റ്റ് ഇപ്പം ഇത്രയും ഇതെത്തിയപ്പോൾ വി ഫീൽ സോ പ്രൗഡ്. കാരണം ഞങ്ങൾ ആ ഫസ്റ്റ് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ചിലപ്പോൾ ഞങ്ങളായിരുന്നു യൂട്യൂബ് തുടങ്ങിയപ്പോൾ. അപ്പം അതിൽ നിന്ന് ഇവിടം വരെ എത്തി കണ്ടപ്പോൾ വി ആർ വെരി പ്രൗഡ്. അവൾ ഗിവ് അപ്പ് ചെയ്തിട്ടില്ല. ആൻഡ് അക്ഷയ് എപ്പോഴും പറയാം, അക്ഷയ്ക്ക് വേണ്ടി ഞാൻ പറയാം, നമ്മളൊരു പാഷൻ ഉണ്ടെങ്കിൽ നമുക്കൊരു കാര്യത്തിൽ ഇതുണ്ടെങ്കിൽ അവിടെ നിന്ന് ഒരു വീഡിയോ എടുത്ത് അതെ ഐഡന്റിക്കൽ ട്വിൻസ് ആണെന്നാണ് പറയപ്പെടുന്നത്. ഇവരാണ് ചെറുതിലെ അങ്ങനെ ഐഡന്റിക്കൽ ആയിരുന്നു, പക്ഷെ ഇപ്പൊ ചില വ്യത്യാസമൊക്കെ ഉണ്ടല്ലേ. ഞാൻ പറയാം ഇതിൽ ആരാക്കൂല ശരിയാക്കണേ. ചെറുപ്പത്തിൽ ഞാൻ വളർത്തിയ കുട്ടികളാണ് ഇവർ രണ്ടുപേരും. ഇത് അക്കു, ഇത് സെലിബ്രേഷൻ ഞാനും ആദ്യമായിട്ടാണ് ഇവിടുത്തെ ആൾക്കാരൊക്കെ കണ്ടിട്ട് ജെൻസി ആഘോഷമാണല്ലേ പുതിയ കാലഘട്ടത്തിന്റെ. എത്ര പേരുണ്ട് ജെൻസി പറയും? ജെൻസികൾ ആരും ഇല്ല, പക്ഷെ ജെൻസി ആഘോഷത്തിൽ നമ്മൾ പാർട്ടാവുമല്ലേ. അസ്സലാമലൈക്കും, വെൽക്കം ടു മൈ 100K ഫാമിലി. അടിപൊളി. പാല് വെച്ച് അങ്ങോട്ട് കാണിച്ചേ നീ. ഞാനായിട്ട് പറഞ്ഞു പഠിപ്പിച്ച് രണ്ടാം കല്യാണം ഇത്ര ആള് അല്ല, ഇതല്ല എന്റെ കുടുംബം. ബേസിക്കലി കുറേ ആൾക്കാരുണ്ട്. ഇനിയുണ്ടോ? ഇതൊരു 3-4 ഫാമിലിയിൽ മാത്രമേ വിളിച്ചുള്ളൂ. അതിന് ഇത്രയും പേരുണ്ട്. അടിപൊളി. ഞങ്ങൾ ബാക്കി കുടുംബക്കാരൊന്നും അറിയിച്ചില്ല. എന്താണ് പറയാനുള്ളത്? അടിപൊളി. കൺഗ്രാറ്റ്സ്. പായസം കേക്കുണ്ട്. നമ്മുടെ കേക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ അപ്പോ അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു കുറച്ച് മാസങ്ങൾ കൊണ്ടാണ് വ്ളോഗ് ഇപ്പോൾ 100K ആയത്. ഇവിടെ ഇങ്ങനെ ഒരു പാർട്ടി ഞാൻ പ്രതീക്ഷിച്ചത് അല്ല. ഉമ്മയാണ് ഇതിൻ്റെ കോർഡിനേറ്റർ. അപ്പോൾ ഉമ്മിക്ക് ഒരു കയ്യടി. കുറച്ച് ഇതല്ല, നമ്മുടെ ഫാമിലി ആക്ച്വലി ഭയങ്കര വലിയ ഫാമിലിയാണ്, കുറേ ആൾക്കാരുണ്ട്. അത് ആൾക്കാർ ഇവിടെ കൂടില്ല, പിന്നെ അത് വലിയൊരു പരിപാടിയാവും. അപ്പോൾ ഒരുപാട് സന്തോഷം നിങ്ങളെല്ലാവരും വന്നതിൽ. എൻ്റെ കുറച്ച് ഫ്രണ്ട്സും ഉണ്ട്. സോ നമുക്ക് ഉള്ളവരൊക്കെ വെച്ചിട്ട് മുറിക്കാം. 1 lakh സബ്സ്ക്രൈബേഴ്സായി നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ കാണുന്നതിലും ഒരുപാട് സന്തോഷം. എനിക്ക് എന്താ പറയണമെന്ന് തരുന്നില്ല. അപ്പോൾ നമുക്ക് മുറിക്കാം. ഓക്കെ, ഹാപ്പി 100K to me.
രണ്ടും പൊട്ടിയല്ലോ കറക്റ്റ് സമയത്ത്. എന്നാ. എല്ലാവർക്കും തരാവേ. വേണ്ടേ കേക്ക് വേണ്ടേ? ഇതെങ്ങനെ മുറിക്കുക? ധാരാ മുറിക്കുന്ന ഒന്ന് കട്ട് ചെയ്താ ടിഷ്യൂ പേപ്പർ ഉണ്ടാകുന്നുണ്ടോ? ഞാൻ തരാം, എല്ലാവർക്കും തരാം. ബാ 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 എടാ ബാടാ ബാ. ആ നീ ആരാ? ബാ നാച്ചു ബാ. നീ പിള്ളേരാരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ അല്ലേ? കട്ട് ചെയ്ത് അറിയില്ലല്ലേ? മുറിക്കാൻ അറിയില്ലേ നിനക്ക്? ബാ. അത് ഈക്വലി കറക്റ്റായിട്ട് മുറിക്കണം. അത്രയും വലുത് വേണമെന്നില്ല. മുറിച്ച് നല്ല ശീലം ഉണ്ടെന്ന് തോന്നുന്നു. അറക്കാൻ പോകാറുണ്ടോ? ഇത് നിങ്ങൾ ഇത് പ്രശസ്തനായ ബ്ലോഗറാണ് റാംബോ. ഇവർ രണ്ടുപേരും വേറെ അപ്പം നിങ്ങളെല്ലാവരും ഇവരുടെ ചാനലും ചാനലല്ലേ നിനക്ക് പേജല്ലേ ഉള്ളത്? ഇതെങ്ങനെ ഇതെടുക്കാൻ അറിയാവുന്ന ആരാ? 10K സബ്സ്ക്രൈബറേ ഉള്ളൂടാ ഇത്. അത് 100ന്റെ 0 പോയതാ. അല്ല അത് പോയതാ. 100 ഉണ്ടായിരുന്നു. നിനക്ക് അത് അതിന് വേണമെങ്കിൽ ഇനിയും ഹാഫ് ആക്കാം. ഈ പാർട്ടി ഇവിടെ ഓർഗനൈസ് ചെയ്തതിന് പിന്നിൽ എൻ്റെ ഹസ്ബൻഡാണ്. അജു ആണ്. അജു പറഞ്ഞിട്ടാണ്. എന്താ കേൾക്കാത്തെ? ഞാൻ മ്യൂട്ട് ചെയ്തിരിക്കുന്നു. ഞാൻ പറയണ കേൾക്കുന്നില്ലല്ലോ. ആ ഇപ്പൊ കേൾക്കുന്നുണ്ട്. അജു ആണ് ഉമ്മയോട് വിളിച്ച് പറഞ്ഞത് പാർട്ടി ഓർഗനൈസ് ചെയ്യാൻ. ഞാൻ പറഞ്ഞിട്ടല്ലേ കേക്ക് കുറിച്ചാക്കിയതാണ്. ഞാൻ വെറുതെ മോട്ടറാക്കിയതാ. ആള് കേക്ക് കുറിക്കുന്ന തൻ്റെ ഒരു അഭാവം ഇവിടെ വളരെയധികം ഉണ്ടായിരുന്നു. താനുണ്ടായിരുന്നെങ്കിൽ കിലോ ഞാൻ വരുന്നില്ല വീഡിയോ കോളിൽ, എനിക്ക് ഓക്വേർഡാന്നൊക്കെ. 500 കേക്കും അല്ല 200 കേക്കും 500 കേക്കൊക്കെ വരാൻ പറ്റട്ടെ. ഫാമിലി കേക്കൊക്കെ കുറിച്ച് കഴിഞ്ഞു. ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞല്ലേ അപ്പൊ വിളിക്കാൻ. അപ്പൊ പറഞ്ഞു 2 മിനിറ്റ് വിതരണം നടക്കുക. ഞാനിവിടെ അടുത്ത് നിൽക്കുന്നുണ്ട് ഒരു പീസിന് വേണ്ടി. കിട്ടിയില്ലേ? എടുത്ത് പോക്കറ്റിലുണ്ട് എന്താണത്? ഈ പാർട്ടി ഓർഗനൈസ് ചെയ്തത് ഞാനല്ല, പിന്നെ എൻ്റെ ഉമ്മ. ഉമ്മടുത്ത ഐഡിയ കൊടുത്തു. ഉമ്മയുടെ ഐഡിയ കൊടുത്തത് എന്റെ ഭർത്താവ്. അല്ല, കാര്യമായിട്ടും പറഞ്ഞാല് ഞാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര ഓക്കോർഡായിട്ട് നിൽക്കുമായിരുന്നു. ഞാൻ ഇത്രയും പേരൊന്നും പ്രതീക്ഷിച്ചില്ല. ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ഇവിടെ ടേബിളും കസേരയൊക്കെ കിടക്കുന്നത് കണ്ടത്. അപ്പൊ തന്നെ ഞാൻ ഉമ്മയോട് പറഞ്ഞു ടേബിളും കസേരയൊക്കെ ഇനി വരാനുണ്ടോ? ഒരു വർഷം ആവാറായി എന്റെ കല്യാണം കഴിഞ്ഞിട്ട്. എന്നാലും ഇല്ല, ഇത്രേ ഉള്ളൂ. ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നില്ല. ഇതെന്റെ ജിം ബഡി. ഞാൻ ജിമ്മ് ചെയ്യുന്നത് ഇവരുടെ കൂടെയാണ്. ഞാൻ ജിമ്മിൽ പോകാൻ എനിക്ക് ടൈം കിട്ടുന്നില്ല ഗൈസ്. കിട്ടുമ്പോൾ ഞാൻ ഇങ്ങനെ താഴോട്ടാക്കിയാൽ സൂം ഔട്ട് ആവും, സൂമിനാവും, സൂം ഔട്ട് ആവും. പറയൂ ഫാത്തിമ, എന്താണ് നൂറയ്ക്ക് അടിച്ചതിനെ കുറിച്ച് പറയാനുള്ളത്? 5 വാക്ക്. 5 വാക്ക് പറയാനാണെങ്കിൽ സന്തോഷം, ഹാപ്പി, സന്തോഷം, അഭിമാനം, അപമാനം, സന്തോഷം, അഭിമാനം, പിന്നെന്താ പറയാ, സന്തോഷം, അഭിമാനം, അതിഗംഭീരം. പിന്നെ ഈ മുഹൂർത്ത വേള എനിക്ക് വളരെയധികം
എൻ്റെ ഒരു രണ്ടാം കല്യാണം പോലെയൊക്കെ ഫീൽ ചെയ്തു. ഗൈസ്, ഇതല്ല എൻ്റെ കുടുംബം. എൻ്റെ കുടുംബം ഇനിയും ഉണ്ട്. അതിവിടെ നിറയൂല, ഇവിടെ തികയൂല കുടുംബക്കാർ. ഇവിടെ എൻ്റെ ഉമ്മിക്ക് പ്ലേ ബട്ടൺ കിട്ടി കഴിഞ്ഞതിന് ശേഷം നമ്മൾ പ്ലേ ബട്ടൺ കിട്ടിയതിന് ശേഷം നമ്മൾ വീണ്ടും കേക്ക് എല്ലാവർക്കും കിട്ടുന്നുണ്ടല്ലോ. കേക്ക് കട്ടിയിലുണ്ടോ പ്ലേ ബട്ടൺ കിട്ടിയിട്ട്? ആടാ, ഞാൻ എല്ലാത്തിനും അപ്പൊ അതിനും ഉണ്ട്. കൊറേ കേക്ക് കിട്ടണോ? അത് കഴിഞ്ഞ് ഫാത്തിമയുടെ ഫസ്റ്റ് ആനിവേഴ്സറി വരുന്നുണ്ട്. ഏപ്രിലാണ് എൻ്റെ ബർത്ത്ഡേ വരുന്നുണ്ട്. ഏപ്രിൽ ഇസ് എ വെരി സെലിബ്രേറ്റഡ് മന്ത്. ഏപ്രിൽ ഒരുപാട് പരിപാടികളുണ്ട്. ഫാത്തിമ ജിമ്മി വരുമ്പോ 1 കിലോ കുറച്ചിട്ട് പോകും, വരുമ്പോ 10 കിലോ കൂട്ടിയിട്ടാണ് എന്നിട്ട് ഞാൻ നന്നാവാത്തേന്ന് എന്റെ ചൂടാവും. എന്നിട്ട് 1 കിലോ വീട് ഞാൻ പറഞ്ഞ ഫാത്തിമ തീറ്റി ഇറക്കണം. അതൊന്നും പറ്റുന്നില്ല. ഇപ്പൊ 1 കിലോ പറയണം. ഇതിലേക്ക് എന്തിനാ വന്നേ ഇന്ന്? കേക്ക് മുറിക്കാൻ. എന്ത് കേക്ക്? സ്ട്രോബെറി കേക്ക്. എന്തിന്റെ കേക്കായി ഇന്ന് ഇവിടെ മുറിക്കുന്നത്? സ്ട്രോബെറി കേക്ക്, ചോക്ലേറ്റ്. സ്ട്രോബെറി കേക്ക്, ചോക്ലേറ്റ് കേക്ക് എന്തിനാ മുറിക്കുന്നത് ഇന്ന്? ഇന്നിവിടെ എന്താ പരിപാടി? പറ. പരിപാടി എന്താണെന്ന് അറിയാണ്ട പരിപാടിക്ക് വരണേ? പരിപാടി എന്താണെന്ന് അറിയില്ല? നിനക്കറിയാവോ? എന്താ പറ. കേക്ക് മുറിക്കാൻ. എന്തിനാ കേക്ക് മുറിക്കുന്നത്? ചോക്ലേറ്റ് കേക്ക്. എന്തിനാ കേക്ക് മുറിക്കുന്നത്? ഒന്നുകൂടെ പറ. പറ. സബ്സ്ക്രൈബേഴ്സിന്റെ സബ്സ്ക്രൈബേഴ്സിന്റെ നീ പറഞ്ഞേ അറിയില്ല? 1 lakh സബ്സ്ക്രൈബേഴ്സ് എന്ന് വെച്ചാൽ 100K സബ്സ്ക്രൈബേഴ്സ്. ഫാത്തിമ ജബ്ബാർ ഇപ്പോഴും ചുമല. ചുമപ്പ് പണ്ടേ എനിക്കൊരു വീക്ക്നെസ് ആയിരുന്നു. ചുമപ്പാണ് എൻ്റെ ഫേവറേറ്റ് കളർ. അതെ അതെ. മൈക്കോണല്ലോ. മൈക്ക് ഓണല്ലേ അതിൽ കേട്ടോ. ഞാൻ ഇത് വായിക്കും. CCGG. 3, 2, 1. പിഞ്ച് പോലും ചുമ്മാ കള്ളക്കണ്ണീരൊഴുക്കി തക്കാളി പപ്പായി അച്ചിങ്ങ മച്ചിങ്ങ പിച്ചിങ്ങയോടത്ത് കുഞ്ഞോളെ കുമ്പാടി മാമുണ്ട് ചാഞ്ചാടി. അപ്പോൾ നമ്മുടെ 100K സെലിബ്രേഷൻ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇനി നമ്മളും കൂടെ ഉള്ളു ഫുഡ് കഴിക്കാൻ. എൻ്റെ 100Kൻ്റെ ഭാഗമായി നിങ്ങളൊക്കെ വന്നതിൽ വളരെയധികം സന്തോഷം. പിന്നെ ഉമ്മയും വാപ്പയാണ് ഇതിൻ്റെ കോർഡിനേറ്റേഴ്സ്. എല്ലാവരും കൈയ്യടി കൊടുത്താൽ വാപ്പിയുണ്ട്, ഉമ്മയുണ്ട്. കോർഡിനേറ്റർ വാപ്പിയില്ല, ഉമ്മ മാത്രമേ ഉള്ളൂ. കോർഡിനേറ്റർ വാപ്പിയില്ല, ഉമ്മ ഒറ്റയ്ക്കാണ് ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്തതെന്ന് പറയാൻ പറഞ്ഞു. വാപ്പി ഫിസിക്കൽ സപ്പോർട്ട് മെൻ്റൽ സപ്പോർട്ട് കൊടുത്തു, ഉമ്മി ഫിസിക്കൽ സപ്പോർട്ടിലെല്ലാം ചെയ്തു. അപ്പോൾ താങ്ക് യു സോ മച്ച് എല്ലാവരും വീഡിയോ കണ്ടതിൽ. ഇനി നമുക്ക് ഇനിയും കേകൾ വീഡിയോ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. കഴിച്ചോട്ടെ. അപ്പോൾ ശരി, ബൈ. എല്ലാവരും ബൈ പറയും.